താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി പഞ്ചായത്ത് 16-ാം വാർഡിലെ മറ്റൂർ കനാൽ ബണ്ട് റോഡ് ശോചനീയാവസ്ഥയിൽ. കുണ്ടും കുഴികളും നിറഞ്ഞ ഈ റോഡിൽ നിരവധി വാഹനാപകടങ്ങളാണ് ദിവസവും ഉണ്ടാകുന്നത്. കാലടി പഞ്ചായത്ത് 16-ാം വാർഡിലെ മറ്റൂർ കനാൽ ബണ്ട് റോഡ് ശോചനീയാവസ്ഥയിൽ. റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമായതിനാൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കാലടിയിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ മറ്റൂരിൽ നിന്ന് വരുന്ന നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. മാത്രമല്ല, മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനം കൂടി ആരംഭിച്ചതിനാൽ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വണ്ടികൾ ഇതുവഴി പോകാനും സാധ്യത ഏറെയാണ്. ചെമ്പിച്ചേരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന വൻകിട വ്യവസായങ്ങളിലേക്കുള്ള വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡാണിത്. MC റോഡിൽ നിന്നും മറ്റൂർ വില്ലേജ് ഓഫീസിൻ്റെ സമീപത്തോടു കൂടി ആരംഭിക്കുന്ന, പിന്നെ തടിക്കൽ കടവ് റൂട്ടിൽ ചെന്ന് ചേരുന്ന MC റോഡ്, കനാൽ ബണ്ട് റോഡ് കുണ്ടും കുഴിയുമായി ഗതാഗതത്തിനോ വാഹന ഗതാഗതത്തിനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിത്തീർന്നിരിക്കുകയാണ്. ഇത് അടിയന്തരമായി റീടാറിങ് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പദ്ധതിയിൽ തുക വകയിരുത്തി 3,60,000 രൂപ പദ്ധതിയിൽ വകയിരുത്തി അതിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ കൈവശമുള്ള റോഡാകയാൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ അനുമതി കൂടി വാങ്ങിയാലേ നമുക്ക് ഈ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതിനാവശ്യമായ ബന്ധപ്പെട്ട രേഖകളെല്ലാം എടുത്ത് പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ എടുത്ത് അത് അങ്കമാലി ഇറിഗേഷൻ, ചാലക്കുടി ഇടതുകര ഇറിഗേഷൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുഖേന അത് പോയിട്ടുണ്ട്. ഇനി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അത് പരിശോധിച്ച് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയക്കും. അവിടെ നിന്ന് പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാങ്ഷൻ ചെയ്ത് അത് പഞ്ചായത്തിന് തിരികെ ലഭിച്ചാലാണ് നമുക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ പറ്റൂ. അപ്പോൾ അതിവേഗത്തിൽ ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ അനുമതി വാങ്ങാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് നീങ്ങുന്നത്. ആ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഇത് ടെൻഡർ ചെയ്യുന്ന നടപടികൾ ആരംഭിക്കുകയും അതിനുശേഷം ആ ടെൻഡർ അംഗീകരിച്ച് അടിയന്തരമായി റോഡിൻ്റെ റീടാറിങ് ഉൾപ്പെടെയുള്ള വേലകൾ ചെയ്തു തീർക്കേണ്ടതുമാണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ AR 4th മൈൽ റോഡും MC റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ബൈപ്പാസ് റോഡാണിത്. അതായത് മറ്റൊരു ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ വിവിധ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള ഒരു ബൈപ്പാസ് റോഡാണിത്. അതുകൊണ്ട് തന്നെ വൻകിട വ്യവസായങ്ങൾ നമ്മുടെ താഴെ ചെമ്പിച്ചേരി ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഏതാണ്ട് 90% വാഹനങ്ങളും പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണിത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട വഴിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് പദ്ധതിയിൽ തുക വകയിരുത്തുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. വളരെ അടിയന്തരമായി ഇത് റീടാറിങ് ചെയ്യുന്നതിനുള്ള വേലകൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഈ വഴി ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി കാലടി പഞ്ചായത്ത് 3,60,000 രൂപ പദ്ധതിയിൽ വകയിരുത്തി അംഗീകാരം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇറിഗേഷൻ വകുപ്പിന്റെ കൈവശമുള്ള റോഡായതിനാൽ അവരുടെ അനുമതി കൂടി ലഭിച്ചാലേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് വാർഡ് മെമ്പർ MT വർഗീസ് പറയുന്നു. മറ്റൊരു ടൗൺ ടച്ച് ചെയ്യാതെ കൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾക്കെല്ലാം കാലടിക്ക് സുഗമമായി പോകാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് MLA ഫണ്ട് വകയിരുത്തി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറവ് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുവരെ കാത്തിരുന്നാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഈ റോഡ് ഗതാഗതത്തിനും വാഹന ഗതാഗതത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഒട്ടേറെ വാഹനങ്ങൾ രാവിലെ മുതൽ വൈകിട്ടും രാത്രിയിലും പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ടാണ് MLA ഫണ്ട് ചെലവഴിച്ച് MLA ഉദ്ദേശിച്ച രീതിയിൽ കനാലിന് കുറുകെ സ്ലാബിട്ട് വൺ വേ സംവിധാനം വരുന്നതുവരെ അടിയന്തരമായി റോഡ് പിന്നെ റീടാറിങ് നടത്തി സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ പ്രൊജക്റ്റ് വയ്ക്കുകയും
അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് കടന്നിട്ടുള്ളത്.